നമ്മളെല്ലാവരും പലതരത്തിലുള്ള നൂഡിൽസ് കഴിച്ചിട്ടുണ്ടാകും. എഗ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജപ്പാനീസ് നൂഡിൽ ഡിഷുമായിട്ടാണ്. ഇതിൻ്റെ പേര് ജപ്പാനീസ് രാമൻ നൂഡിൽസ് എന്നാണ്. അപ്പോൾ ഞാൻ ഇത് പലതരത്തിലുള്ള മീറ്റ് യൂസ് ചെയ്ത് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പോർക്ക് മീറ്റ്, ചിക്കൻ മീറ്റ്, ബീഫൊക്കെ നമുക്ക് ഈ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിക്കൻ മീറ്റ് വെച്ചിട്ടുള്ള രാമൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാൻ അനിൽ ആൻ്റണി. വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലവേഴ്സ്. ഒരു ബൗളിൽ കുറച്ച് സോയാ സോസ്, മിരിൻ സോസ്, അതുപോലെ തന്നെ സെസമി ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമ്മളെടുത്തത് മിക്സ് ചെയ്യുക. ഈ മിരിൻ സോസ് എന്ന് പറയുന്നത് ജാപ്പാനീസ് റൈസ് വൈൻ വിനെഗറാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ വിനെഗറിൻ്റെ അത്ര അല്പം ഷുഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മിരിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു അല്പം എന്താ പറയുക, മധുരമുള്ള ടൈപ്പ് വിനെഗറാണ്. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മിക്സിലേക്ക് ഞാൻ ചിക്കൻ്റെ ലെഗും തൈയും, ബോൺലെസ് ആയിട്ടുള്ള ലെഗും തൈയും കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ഫ്രിഡ്ജിൽ ഒരു മിനിമം പറ്റുമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ, അതായത് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചിക്കൻ ബ്രോത്ത് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞാനപ്പോൾ നന്നായിട്ട് ഒരു റെഡ് ചില്ലി, അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ, വെളുത്തുള്ളി അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ബ്രോത്തിലേക്ക് കുറച്ച് എന്താ പറയുക, ക്യാരറ്റ് വളരെ തിന്നായിട്ട് അതിൻ്റെ സ്ട്രിപ്സ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പീലർ യൂസ് ചെയ്ത് വളരെ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് എടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മഷ്റൂംസ്, ഇപ്പോൾ നോർമലി നമ്മൾ ഷിറ്റാക്കി മഷ്റൂംസാണ് യൂസ് ചെയ്യുക. നമുക്കിതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ മഷ്റൂംസ് യൂസ് ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ടെൻഡർ സ്റ്റം ബ്രോക്കലി, ഇത് സാധാരണയുള്ള ബ്രോക്കലിയുടെയും അതുപോലെ തന്നെ ചൈനീസ് കെയിലിൻ്റെയും കൂടി ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ ടെൻഡർ സ്റ്റം ബ്രോക്കലി എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ സ്പ്രിംഗ് ഒനിയൻ, അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുക. കാരണം വൈറ്റ് പാർട്ടിന് അല്പം കൂടെ കൂടുതൽ വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കുന്നു. ഇനി ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കുന്നു. ഇത് ഞാൻ ഏകദേശം ഒരു 6 to 8 മിനിറ്റ്സ് ആയിരിക്കും കുക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്ന നൂഡിൽസിനനുസരിച്ചിരിക്കും. നമ്മൾ അതിൻ്റെ കവറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നു ഒരു സ്ട്രെയിനറിൽ. ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഗ്രിഡിൽ പാനിൽ അല്പം ഓയിൽ തേച്ചതിന് ശേഷം ആ ചിക്കൻ പീസസ് വേവിച്ചെടുക്കുന്നു. അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ വേണം നമ്മൾ ചെയ്യാൻ. നമുക്ക് ആ ചിക്കനിൽ ഒരു കാരമലൈസേഷൻ വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനക്കാതിരിക്കുക. ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ അനക്കാതിട്ടതിന് ശേഷം മാത്രമേ നമ്മളത് ടേൺ ചെയ്യാവൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാരമലൈസേഷൻ കിട്ടത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രോത്ത്, നൂഡിൽസ് വേണ്ടിയുള്ള ബ്രോത്ത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒരു പാത്രത്തിൽ ബോയിൽ ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ആ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ബാലൻസ് ഉള്ള ആ മാരിനേറ്റ് ഞാൻ ആ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഒഴിച്ചു. അതുകൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ റെഡ് ചില്ലി അത് ഇതിലിട്ട് ഒരു മിനിമം ഒരു 15 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, അതായത് നമ്മുടെ ആ മുളക് അല്ലെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോരി മാറ്റുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ക്യാരറ്റും മഷ്റൂമും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതോടൊപ്പം നമുക്കിതിന് മുട്ട വേണം. അപ്പോൾ അതുകൊണ്ട് ആ മുട്ടയൊന്ന് സോഫ്റ്റ് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ മുട്ട ആഡ് ചെയ്യുന്നു. ഏകദേശം ഒരു 6 മിനിറ്റ് നമ്മളത് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ബോയിൽഡ് എഗ് ആയിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ടെൻഡർ സ്റ്റം ബ്രോക്കലി, അതുപോലെ തന്നെ നമ്മുടെ ആ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് എന്നിവ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സീസൺ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന നൂഡിൽസ് നമ്മൾ ആ ബ്രോത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്കത് അസംബിൾ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഒരു സർവിങ് ബൗളിലേക്ക് ഞാൻ നൂഡിൽസ് ഇടുന്നു ആദ്യമേ. അതിനുശേഷം കുറച്ച് ചിക്കൻ ബ്രോത്ത് നമ്മൾ ആ സർവിങ് ബൗളിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ടെൻഡർ സ്റ്റം ബ്രോക്കലി,
മഷ്റൂംസ്, ക്യാരറ്റ് സ്ട്രിപ്സ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് പീസസ്, അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. നോക്കി അത് സോഫ്റ്റ് ബോയിൽഡാണ്. എൻ്റെ യോക്ക് എന്ന് പറയുന്ന റണ്ണിയാണ്. ഗ്രീൻ പാർട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ഇവ ചേർത്ത്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ നൂഡിൽ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.